നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്ന ഒടുവില് നവീന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ അഭി ഞെട്ടിപ്പോയി. അഭി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നവീന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന്. അല്ല, ഞാൻ ചോദിച്ചാൽ എന്താടാ നീ മറുപടി പറയാത്തെ എന്ന് നവീൻ വീണ്ടും ചോദിക്കുകയാണ്. അല്ല, നന്ദുവിനോട് ഇനി നിനക്ക് വല്ല ഇഷ്ടമോ മറ്റോ ഉണ്ടോ? അതുകൊണ്ടാണോ ഞാൻ അവളെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടും നീ അവളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി നവീനെ നോക്കി. പെട്ടെന്ന് അനി പറഞ്ഞു, അങ്ങനൊന്നുമില്ല. അനിയുടെ മുഖത്തൊരു പതർച്ചയുണ്ടായി. ഞാനും അവളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അറിയാലോ. അവളുടെ 2 ചേച്ചിമാർ എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഞങ്ങൾ നല്ല കൂട്ടാ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലാതെ പറയാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക്. നവീൻ പറഞ്ഞു, എന്നിട്ടാണോ നീ ഇത്ര സമയം അത് പറയാനായിട്ടൊരു മടി കാണിച്ച? ഞാൻ കരുതി ഇനിയിപ്പം നിനക്ക് എന്തേലും ഇഷ്ടം എന്തേലും ഉണ്ടോന്ന്. അങ്ങനെ എന്തേലും ഉണ്ടെ പറയണോ ഇട്ടോളാന്ന് പറഞ്ഞു. പക്ഷെ എങ്കില് അനി അങ്ങനെ ഒന്നും ഇല്ലാന്നാ പറയണേ. എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും? അതോടുകൂടി തീർന്നു. നവീൻ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ തന്നെ നന്ദുവും താനും തമ്മിൽ കാണുന്ന സംസാരിക്കുന്ന പോലും അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല. തന്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പൊ എങ്ങനെയാവും അറിയത്തില്ല. അപ്പോഴാണ് പിന്നെ നവീനും കൂടെ ഈ കാര്യം അറിയണേ. തൽക്കാലത്തേക്ക് അവൻ അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു. പിന്നീട് അനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതേ സമയത്ത് നവ്യ എന്ത് ചെയ്യുവാണ്? നയനെ കാണാനായിട്ട് മുറിയിലേക്ക് വരുക. അപ്പൊ നയന ഒന്ന് കഥയെ മുട്ടിയപ്പോ തന്നെ നയന കഥ തുറക്കുക. അപ്പൊ നയന ഉറങ്ങിയിട്ടില്ലായിരുന്നു. എങ്ങനെ ഉറങ്ങാനായിട്ടാ? നയനയോട് പോയി റെഡിയാവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശ്. റെഡിയാവാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് കഥയെ മുട്ടുന്ന കേട്ടെ. അപ്പോഴേക്കും ആദർശ് അവിടെ മാറി നിന്നു. നവ്യ വന്നിട്ട് ഇങ്ങനെ നോക്കി. എന്തായി? ഞാൻ ഒന്ന് മുട്ടിയപ്പോ തന്നെ നീ പെട്ടെന്ന് കഥ തുറന്നല്ലോ. നിനക്ക് രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്ക് ഉറക്കം വന്നില്ല ചേച്ചി. എങ്ങനെ ഉറങ്ങാനാ? ആദർശേട്ടൻ ജയിലിൽ കിടക്കണ സമയത്ത് എനിക്ക് ഉറക്കം വരുമോ? എനിക്ക് ചിന്തകളൊക്കെ അല്ലേന്ന് ചോദിച്ചു. ഭയങ്കര സങ്കടഭാവത്തിലാണ് നയന അത് പറയണേ. അത് കേട്ടപ്പോ നബി പറഞ്ഞു, അപ്പൊ നിനക്ക് വിഷമമൊക്കെ ഉണ്ടല്ലേ ആദർശ് ജയിലിൽ കിടക്കണ സമയത്ത്? ഇതുപോലെ എന്റെ അഭി ജയിലിൽ കിടന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു അറിയാവോ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? നിനക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. എന്നിട്ടിപ്പം നിന്റെ ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോ നിനക്ക് സങ്കടം ഉണ്ടല്ലേ? ഇതുപോലെ തന്നെ അടി എല്ലാവർക്കും എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അഭി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് നവിയേച്ചി. ആദർശ് എന്നെ പോലെയല്ല. പിന്നെ നിന്റെ ഭർത്താവ് ആദർശ് പുണ്യാളനാണല്ലോ. അവനെ രൂപക്കൂട് പണിതിരുത്താന്ന് പറയണം. ചേച്ചി വെറുതെ ആദർശ് എന്നെ കുറ്റപ്പെടുത്തണ്ട. എനിക്കത് ഇഷ്ടമില്ല കേട്ടോന്ന് നയന പറഞ്ഞു. പിന്നെ നിനക്ക് ഇഷ്ടമില്ല പോലും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടിട്ടാലും ശരി, ഞാൻ പറയാനുള്ള കാര്യം പറയും. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പാവം പിടിച്ച ആ പെങ്കൊച്ച് അതെന്ത് തെറ്റ് ചെയ്തിട്ടാ അതിനെ ഈ വിധമാക്കിയത്? എന്നിട്ടോ അതിനകത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി. നീ എന്നിട്ട് സ്വന്തം മോളെ പോലെ അതിനെ കൊണ്ടു നടക്കുമല്ലേ? നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കില് നീ ആദർശിനെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോണ്ട് എനിക്ക് നിന്നെ ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പോരാത്തന്നെ നീ നന്ദുവൊക്കെ ഒറ്റ കൈയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി ഇനി ചേച്ചിയോട് കൂടുതൽ പറഞ്ഞിട്ട് എനിക്ക് കാര്യം ഒന്നുകൊണ്ടും തോന്നുന്നില്ല. ചേച്ചിയോട് എത്ര പറഞ്ഞാലും ചേച്ചിയുടെ തലയിലേക്ക് കയറാനും പോകുന്നില്ല. നവ്യ പറഞ്ഞു, ഞാൻ വെറുതെ വന്നേ ഉള്ളൂ. ശരിയെന്നും പറഞ്ഞിട്ട് നവ്യ എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആദർശ് പറഞ്ഞു, അവളുടെ ഉള്ളിൽ സന്തോഷമാ ഞാൻ ജയിലില്ലാന്ന് ഓർത്തെറിഞ്ഞപ്പോ. അത് കേട്ടപ്പോ നയൻ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ. പിന്നെ നവ്യേച്ചിയുടെ സന്തോഷം ആദർശേട്ടനാണല്ലോ തെറ്റ് ചെയ്തേ, അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്ന ഓർത്തിട്ടാ. പക്ഷെ ആദർശേട്ടനല്ല തെറ്റ് ചെയ്തേന്നുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും അഭിയാണെങ്കിലും സന്തോഷിക്കുന്നുണ്ടല്ലോ. അവരത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നവ്യേച്ചിനെ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദർശേട്ടാന്ന് പറയണം. നവ്യേച്ചി ഇതൊക്കെ തിരുത്തി പറയണമെങ്കിൽ സത്യാവസ്ഥകളൊക്കെ അറിയണം. ചന്തുമോള് അഭിയുടെ കുഞ്ഞാന്നറിയണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം നാള് പോകുന്ന എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് പുറത്തേക്ക് പോകാനിട്ട് നയന ഒരുങ്ങുവാണ്. ആ സമയത്താണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതെന്താ മോളെ പുറത്തു പോകാനെങ്ങാനും തുടങ്ങുവാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതേമേ ആദർശേട്ടൻ പറഞ്ഞു പുറത്തു പോവാം. ആദർശ് പറഞ്ഞു, അല്ല ഇവളെയും കൊണ്ടൊന്നും പുറത്തൊന്നും പോയില്ലല്ലോ. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ. ഇപ്പൊ ഞാനാണെങ്കിലും വന്നിട്ട് പുറത്തൊന്നും ഇറങ്ങിയില്ലോ എന്ന് പറയണം. ദേവേനി പറഞ്ഞു, ഒരു കാരണവശാലും ആരും കാണാൻ നോക്കണം. അതൊക്കെ ഏറ്റെന്ന് പറയണം. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടമ്മേ. അതിനുശേഷം മതി മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നേ, അറിയാലോ.
ഞാൻ അകത്താന്നോർത്ത് സന്തോഷിച്ചിരിക്കുക എല്ലാ നിങ്ങളും. ഇനിയിപ്പം ഞാൻ പുറത്തിറങ്ങി ഇപ്പൊ തൽക്കാലത്തേക്ക് അറിയണ്ടാന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അതാടാ മോനെ ഞാനും പറയണേ, അവരിത്തിരും കൂടെ സന്തോഷിക്കട്ടെ. ഉം. ഇത്രയൊക്കെ വലിയ ക്രൂരത ചെയ്തിട്ടും ഉം, ഇത്രയെങ്കിലും ഒരു ഉളുപ്പില്ലാതെയല്ല അഭിയും ജലജയൊക്കെ നടക്കുന്നേ. അപ്പൊ അവർക്ക് സന്തോഷിക്കാനായിട്ട് നമ്മളൊരു വകുപ്പുണ്ടായി കൊടുക്കണം. ആദർശ് പറഞ്ഞു, അവരെ എവിടം വരെ പോകും നോക്കാം, അതിനുശേഷം മാത്രം മതി അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയാണ്. ശരി, എന്നാ മോളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ എന്നൊക്കെ ദേവേനി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുക, ആദർശ് നയനയും കൂടെ പുറത്തേക്ക് പോവാണ്. ദേവേനിക്ക് സന്തോഷം തോന്നി. കാരണം മുമ്പായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ സന്തോഷിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ദേവേനിക്ക് അത്രയ്ക്ക് ജീവനാണല്ലോ നയനെ. ഇതേ സമയത്ത് അനി വീട്ടിലേക്ക് വന്ന് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. ഈ സമയത്ത് നന്ദുവിനോട് എനിക്ക് പറയണമെന്നുണ്ട് നവീൻ ചോദിച്ച കാര്യം, താനും നന്ദു തമ്മിൽ അടുപ്പാണെന്നുള്ള കാര്യം. പക്ഷെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിന് എന്തേലും സംശയം തോന്നുവോ? ഒരു പക്ഷെ അതെന്തുകൊണ്ടാണ് നവീൻ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിച്ചാൽ താൻ പെട്ടുപോകും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ട എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അനിയൊന്നും പിന്നെ പറയാനായിട്ട് കൂട്ടാക്കിയില്ല. വീണ നന്ദുവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിന്റെ കാലൊന്ന് ഭേദമായാൽ മതിയായിരുന്നു. നിന്റെ കാല് ഭേദമാകത്തോണ്ട് എനിക്കാണെങ്കിലോ നിന്നെ കാണാൻ പോലും പറ്റില്ല. ഇവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും സംശയമായി ഇപ്പൊ നിന്നെ കാണാനാണെന്ന്. പ്രത്യേകിച്ച് നയനേച്ചയൊക്കെയാളും ചോദിക്കുകയും ചെയ്തു. ഞാൻ ആ വീട്ടിൽ കയറിയെന്നില്ല, അവർക്കെല്ലാം സംശയം ഉണ്ടെന്ന് പറയണം. നന്ദു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇനി ഇനി നീ എന്നെ കാണാനൊന്നും പറഞ്ഞണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, വിളിക്കുന്ന ഓക്കെ ഓക്കെ, പക്ഷെ എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യും നന്ദു? നീ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ല, എപ്പോ വേണമെങ്കിലും നിന്നെ എനിക്കൊന്ന് വന്ന് കാണാലോ. പക്ഷെ ഇത് അതുപോലെ അല്ലെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അധികം വൈകാതെ തന്നെ നിന്റെ കാര്യം ശരിയായി നീ പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഇനിയും മിക്കവാറും മതിൽ ചാടിക്കിടന്ന് വരണ്ടായിട്ട് വരുമെന്ന് പറയാം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെ എങ്ങാനും വന്നാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നത്. പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന് പറയണം. അച്ഛനും അമ്മ എങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ആദർശം നയനയും കൂടെ പോകണം. അവർ കുറച്ച് സമയം ബീച്ചിലൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നയനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചാട്ടെ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ കഴിക്കാനൊന്നും തോന്നില്ല ആദർശേട്ടാ. അതെന്താ? വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നുള്ള വൈകുന്നേരം, അതുകൊണ്ട് ഇപ്പൊ കഴിക്കാൻ തോന്നില്ല, വിശപ്പില്ല എന്ന് പറയണം. അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം, നമുക്കൊരു ജ്യൂസെങ്കിലും കുടിക്കാം, ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. അതെ, ഈ സമയത്ത് വയറ് നിറച്ച ആഹാരമൊക്കെ കഴിക്കണം, വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയൊക്കെ ആദർശ് പറയുകയും ചെയ്തു. പിന്നീട് അവിടെ സംസാരിച്ചുകൊണ്ട് ഒരു ജ്യൂസ് കടയിലേക്ക് പോയി. അവിടെ പോയി ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ്. ഈ സമയത്താണ് അനാമികയും വേണും കൂടെ ആ വഴി വരുന്നത്. അവർ വന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ കയറി. അവരങ്ങനെ കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വേണു ആ കാഴ്ച കാണുന്നത്. വേണു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നയന നിൽക്കുന്നു. നയന അടുത്ത് നിൽക്കുന്നുണ്ട്. ആദർശമാണെന്ന് തോന്നല്ലോ. ഇതെന്നിങ്ങനെ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ വേണു അനാമയോട് പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് നോക്കിയേ, അത് ആരാ നിൽക്കുന്നേ? ആദർശം നയനയല്ലേ നീ ചോദിക്കണം. ഈ സമയത്ത് നയന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേണു അനാമയോട് നിൽക്കുന്നുണ്ട്. ആദർശേട്ടൻ നിങ്ങൾ നോക്ക്, അതാരാ നിൽക്കണേന്ന് നോക്കാൻ പറയണം, അവരാണെന്നുള്ളത് പറയാണ്. അപ്പോഴേക്കും ആദർശിന് മനസ്സിലായി പിടി വീടെന്നുള്ള കാര്യം. ഇവനെങ്ങാനും കണ്ട ഉറപ്പായിട്ടും അബിയോട് പറയും. അബിയും അതുപോലെ തന്നെ അപ്പച്ചിയൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നറിയാം. അപ്പോഴേക്കും അനാമിക തിരിഞ്ഞു നോക്കുവാണ്. അത് ആദർശം നയനയാണെന്ന് നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇവരെ കാണും, അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുമെന്നറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.